അറേബ്യൻ രാജ്യങ്ങളിൽ ഇനി അമേരിക്കയുടെ കോളനി അനുവദിക്കില്ലെന്ന് ഇറാൻ. ഇതോടെ ഈ മേഖല അല്ലെങ്കിൽ ഈ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളത് കൃത്യമായിരിക്കുകയാണ്. എന്താണ് അവർ പറഞ്ഞത്? കോളനി വൽക്കരണ സംവിധാന കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്ന ഒരു മേഖലയാണ് മിഡിൽ ഈസ്റ്റ് മേഖല. അതുകൊണ്ടാണ് ആ രാജ്യങ്ങൾ സാമ്പത്തികമായ രീതിയിൽ വലിയ അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാക്കുന്നു എങ്കിലും പ്രതിരോധ രംഗത്ത് വട്ടപൂജ്യമാണ്, വലിയ പരാജയമാണ്. ഇസ്രായേലിനെ പേടിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിലെ അറേബ്യൻ രാജ്യങ്ങൾ ജീവിക്കേണ്ട ഒരു അവസ്ഥ ഇനി ഉണ്ടാവില്ലെന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ പറയുന്നു. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പറയുന്നു. അവർക്ക് മേലെ കയറിക്കൊണ്ട് മുജ്തബ അലി ഖംനായുടെ പ്രസ്താവനയും പുറത്തു വരുന്നു. അതോടുകൂടി പൂർത്തിയാണ്. കാര്യം എന്ന് പറയുന്നത്, ഇത്തരം സംഭവങ്ങൾ രാജ്യ പുരോഗതിയെ ഒരുപക്ഷെ ഗുണപരമായിട്ട് ബാധിക്കുമെങ്കിലും രാജ്യസുരക്ഷയെ സാരമായിട്ട് പ്രതികൂലമായിട്ട് അത് ബാധിക്കുന്നു. ഇനി അതുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് സ്വൈര്യ ജീവിതം, സ്വൈര്യ സമാധാനം ഉണ്ടാവുന്ന ഒരു പ്രവർത്തനങ്ങൾ ഇനി അറേബ്യൻ രാജ്യങ്ങൾ ഉണ്ടാവില്ലെന്ന് ഇറാൻ പറയുന്നു. ഇത് ഇറാൻ പറയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. അവർ പറയുമ്പോൾ ആ പ്രവൃത്തി അവർ ചെയ്യും. അമേരിക്ക പറയുകയേ ചെയ്യൂ, പ്രവൃത്തി ചെയ്യാൻ അവർക്ക് ഇപ്പോഴും വലിയ രീതിയിലുള്ള പേടിയാണ്. രണ്ടാണ് കേട്ടോ, രണ്ട് റൂട്ടിലൂടെയാണ് പോകുന്നത്. അഥവാ അവർ പറയുന്ന കാര്യം, ആണവായുധ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലായി സൗദി അറേബ്യ അമേരിക്കയുമായിട്ട് ചർച്ച നടത്തുകയും ഈ കാര്യത്തിൽ മിഡിൽ ഈസ്റ്റിനെ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ഏക സൈനിക ശക്തി, ആണവായുധ ശക്തി എന്ന് പറഞ്ഞാൽ ഇസ്രായേലാണ്. മറ്റ് 6 രാജ്യങ്ങൾ, സൗദി അറേബ്യയും ഖത്തർ, ഒമാനും ബഹ്റൈനും UAE കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങളിൽ ആണവായുധമില്ല. അത് സുരക്ഷയെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഒരിക്കൽ ഞങ്ങൾ അറേബ്യൻ രാജ്യങ്ങൾ എല്ലാ അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് യുദ്ധത്തിലാണെന്ന് ഇസ്രായേൽ പറഞ്ഞാൽ ഇരകളാകുകയല്ലാതെ പ്രതിരോധിക്കുന്ന സംവിധാനമില്ല. ഇതിനിടെ തന്നെ ഈ 5ാം തലമുറയിൽപ്പെട്ട F-35 യുദ്ധവിമാനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ കരാറുണ്ടാക്കി. 48 യുദ്ധവിമാനമായിട്ടാണ് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത്. 38 അല്ലെങ്കിൽ 42 F-35 യുദ്ധവിമാനമുള്ള രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ പ്രശ്നമായി. സൗദി അറേബ്യക്ക് നൽകിക്കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ആകാശ യുദ്ധം നടത്താൻ സംവിധാനമുള്ള രാജ്യമായിട്ട് സൗദി അറേബ്യ മാറിയാൽ തങ്ങളുടെ നിലനിൽപ്പിനെ സാരമായിട്ട് ബാധിക്കും. അതായിരുന്നു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞത്. അതിനോട് വലിയ പ്രശ്നങ്ങൾ, വലിയ വിഷയങ്ങളൊക്കെ ആയി. കരാർ വ്യവസ്ഥ ഉണ്ടാക്കി അഡ്വാൻസ് പൈസ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ ഒഴിവാക്കിയിട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ പ്രയാസമാണ്. ഭാവിയിൽ സാരമായിട്ട് പോലെ ബാധിക്കും. അപ്പോൾ അവരെന്ത് ചെയ്തു? കരാർ വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ട് F-35 യുദ്ധവിമാനത്തിലെ ചില സാങ്കേതിക സംവിധാനമൊക്കെ അയച്ചു മാറ്റിയിട്ട് കാഠിന്യം കുറച്ചിട്ട് സൗദി അറേബ്യക്ക് നൽകാൻ തീരുമാനിച്ചു. അപ്പോൾ സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ വിഷയമുണ്ടായി. ആ പ്രശ്നത്തിന് എങ്ങനെയാണ് പരിഹാരം ഉണ്ടാക്കിയത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പബ്ലിക് വിവരം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഏതായിരുന്നാലും യുദ്ധവിമാനം ആ രീതിയിൽ സൗദി അറേബ്യയിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ ഈ ഒരു അപമാനിക്കലാണ് ഇവിടെ നടന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെക്കുന്ന 2 കാര്യങ്ങളുണ്ട്. അത് വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. അതിലൊന്ന്, അറേബ്യൻ രാജ്യങ്ങൾ സുരക്ഷിതമല്ല. അതിനെന്താ ഉദാഹരണം പറയുന്നത്? ഒന്ന്, ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചു. പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ടായിട്ടും അമേരിക്ക നോക്കുകുത്തിയായി നിന്നു എന്ന് മാത്രമല്ല, അമേരിക്ക പ്രോത്സാഹനം നൽകുകയും ചെയ്തു. അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തത്, ഒമാനെ ബോംബിട്ട് തകർക്കുമെന്ന് അമേരിക്ക പറഞ്ഞു. അമേരിക്ക ആരാ? ഒമാനുമായിട്ട് ഏറ്റവും വലിയ സൗഹൃദ ബന്ധമുള്ള, നയതന്ത്ര ബന്ധമുള്ള, സുഹൃത്ത് ബന്ധമുള്ള, ബിസിനസ് ബന്ധമുള്ള രാജ്യം. ഒമാനിൽ ഇപ്പോഴും അമേരിക്കയുടെ സൈനികരുണ്ട്. ഒറ്റപ്പെട്ടതാണെങ്കിലും താൽക്കാലികമായിട്ടാണെങ്കിലും ഉണ്ട്. അപ്പോൾ അത്രയും വലിയ ബന്ധമുള്ള ആ രാജ്യത്തെ ബോംബിട്ട് തകർക്കുമെന്ന് അമേരിക്ക പറയുമ്പോൾ എവിടെയാണ് സുരക്ഷിതമുള്ളത്? സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ അവിടെ ഉണ്ടാവുന്നു. ഇത് രണ്ടും ഇറാൻ ഉപയോഗിക്കുന്നു. അവിടെ വിഷയം തീർന്നിട്ടില്ല. 2025 ആക്രമണം, ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചാണ് തുടങ്ങുന്നത്. തുടങ്ങിയിട്ട് പിന്നെ ഇറാൻ തിരിച്ചടിക്കുന്നു. അങ്ങനെ ഇസ്രായേലും ഇവരും തമ്മിൽ ഏകദേശം ഒരു
13 ദിവസത്തെ യുദ്ധം, 12 ദിവസം, അതായത് 1, 2, 3 ദിവസം, ആ ദിവസത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചു. ഇറാൻ തിരിച്ചടി തുടങ്ങിയ സമയത്ത്, അതായത് ആദ്യത്തെ ഘട്ടത്തിൽ ഇറാൻ പകച്ചുപോയി. അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണത്തിന് മുൻപിൽ ഇറാൻ ഒന്ന് വിറച്ചുപോയി. അവരുടെ കയ്യിൽ ആയുധമില്ലാത്തത് കൊണ്ടോ സംവിധാനമില്ലാത്തത് കൊണ്ടോ സൈനികരില്ലാത്തത് കൊണ്ടോ അല്ല, പെട്ടെന്നാണല്ലോ ഒരു ആഘാതം ഉണ്ടാകുന്നത്. നമ്മുടെയൊക്കെ പിറകിൽ വന്നിട്ട് ആരെങ്കിലും അടിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു അടിയിലൊരു ഞെട്ടലുണ്ടാവുമല്ലോ, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതി. ആ സംഭവം ഉണ്ടായി. പിന്നെ അതിനെ ഒക്കെ ഒരു രൂപം ഉണ്ടാക്കി, അതിനൊക്കെ ഒരു ക്രോഡീകരണം ഉണ്ടാക്കി തിരിച്ചടി തുടങ്ങി. 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ആ തിരിച്ചടി ഭയാനകരമായിരുന്നു. താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. 948 ആ രാജ്യം ഉണ്ടായതിനു ശേഷം ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ്. അതിനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇസ്രായേലിനെ ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര സംഭവമൊന്നുമല്ല, വലിയ ഗൗരവമുള്ള സംഭവമാണ്. അത് ലോകയുദ്ധം പോലെ വേണമെങ്കിൽ നമുക്കതിനെ വിലയിരുത്താൻ വേണ്ടി പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് തിരിച്ചടി ഉണ്ടാകുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ ശക്തിയില്ലാത്തൊരു രാജ്യം ഒരിക്കലും ഇസ്രായേലിനെ ആക്രമിക്കില്ല. അതിൻ്റെ പ്രത്യേകത. 12 ദിവസം യുദ്ധം നടന്നു. മൂന്നാമത്തെ ദിവസം മുതൽ ഇസ്രായേലിന് മാരകമായിരിക്കുന്ന തിരിച്ചടിയും നാശങ്ങളും നഷ്ടങ്ങളും കൂട്ടനിലവിളികളും കൂട്ടപാരായണങ്ങളും 40,000 ജൂത വിഭാഗത്തിന് വീടുകൾ നഷ്ടപ്പെട്ടതും പുറത്തു വന്നു. ഗസയാണോ ഇസ്രായേലാണോ ഈ പ്രദേശം എന്ന് മനസ്സിലാകാൻ പറ്റാത്ത വിധമായിരുന്നു യഥാർത്ഥത്തിൽ ഇറാൻ്റെ തിരിച്ചടി എന്നൊരു പ്രത്യേകതയുണ്ട്. ആ തരത്തിലുള്ള ആക്രമ പരമ്പര പെരുമായ പെയ്ച്ചു എന്നുള്ളതാണ്. ഇവിടെ ഇസ്രായേൽ തോൽക്കുകയാണ്. ഇസ്രായേൽ തോൽക്കുന്ന സമയത്ത് അത് അമേരിക്കക്കും നാണക്കേടാണ്, ഇസ്രായേലിന് നാണക്കേടാണ്, അവിടെ നിലനിൽപ്പിനെ അത് ബാധിക്കും. അങ്ങനെ പരാജയപ്പെട്ടു പോകുന്ന ആ യുദ്ധത്തെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഇറാനെ ആക്രമിച്ചു. അവരുടെ ആണവായുധ കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം നടന്നത്. ഫോർദോ ആണവായുധ കേന്ദ്രങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ഇസ്ഫഹാൻ, ഫോർദോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആണവായുധ കേന്ദ്രത്തിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ എവിടുന്നാണ് ഈ അക്രമം വരുന്നത്? മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങൾ പറഞ്ഞു തങ്ങളുടെ രാജ്യത്തുനിന്ന് ഇറാൻ ആക്രമിക്കാൻ പാടില്ല, ഞങ്ങൾക്കത് മാരകമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാവും. അപ്പോൾ ഇവർ ജപ്പാനിലുള്ള അമേരിക്കയുടെ സൈനിക ബേസിൽ നിന്ന് 37 മണിക്കൂർ പറന്നുകൊണ്ട് ഇറാൻ ആക്രമിച്ചു. എങ്ങനെയാണ് അമേരിക്കയ്ക്ക് സൈനിക ബേസ് ജപ്പാനിൽ കിട്ടിയത്? 2ാം ലോക യുദ്ധത്തിൽ ആണവായുധം ഇട്ടുകൊണ്ട് ജപ്പാനെ കീഴ്പ്പെടുത്തി പരാജയപ്പെട്ടു. പിന്നീട് അമേരിക്കയ്ക്ക് അനുകൂലമായിരിക്കുന്ന ഒരു സർക്കാർ അവിടെ നിയമിക്കുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടായി. ആ സമയത്ത് ഏകദേശം 75 മുതൽ 100 കിലോമീറ്റർ ചുറ്റളവുള്ള പ്രദേശം അവിടെ കോളനി ആക്കിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ബേസ് ആക്കിയിട്ട് പിടിച്ചെടുത്തു. ആ പിടിച്ചെടുത്ത ബേസ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അമേരിക്കയുടെ ഭൂമികയായിട്ട് നിൽക്കുന്നു. അവിടേക്ക് വിമാനം വരാൻ ജപ്പാൻ്റെ സമ്മതം ഇവർക്ക് ആവശ്യമില്ല. അതാണ് എൻ്റെ സംവിധാനം. പിന്നീട് ജപ്പാനൊക്കെ പിൽക്കാലത്ത് അമേരിക്കയുടെ സഖ്യകക്ഷിയായി മാറി എന്ന് പറയുമ്പോൾ അതൊക്കെ ഭയങ്കരമായിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളായിട്ട് തന്നെ വിലയിരുത്തും. ലോകത്തിൽ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരുന്നു ജപ്പാൻ 2ാം ലോക യുദ്ധത്തിന് മുൻപ്. ഇന്ന് അമേരിക്ക ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും അന്ന് ജപ്പാൻ ചെയ്യായിരുന്നു. ഏത് രാജ്യത്തെയും ആക്രമിക്കാൻ മാത്രം അവർക്ക് ധൈര്യവും ആയുധവും ശക്തിയും ബുദ്ധിയും ഉണ്ടായിരുന്നു. തോറ്റതോടുകൂടി 2ാം ലോക യുദ്ധം തോറ്റതോടുകൂടി അത് കഴിഞ്ഞു എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ മേഖല അമേരിക്കയുടെ കോളനിയാണ്, അറേബ്യൻ മേഖല. അത് ഉടച്ച് വാർക്കും, അത് ഇല്ലാതാക്കും. അതിൻ്റെ അർത്ഥം അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങളും ബേസുകളും അറേബ്യൻ രാജ്യങ്ങളിൽ സുരക്ഷിതമല്ലെന്നും തങ്ങൾ നിരന്തരം ആക്രമിച്ചു കൊണ്ടേയിരിക്കുമെന്നും ഇറാൻ തുറന്നു പറയുമ്പോൾ ഇത് അമേരിക്കയ്ക്ക് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. അത്ര എളുപ്പത്തിലൊന്നും എന്താവില്ല, ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കില്ലെന്ന് അമേരിക്കയും കരുതുന്നു. അഥവാ കോളനി കാലഘട്ടം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് അസ്തമിച്ചു എന്ന് ചുരുക്കം.